ഓക്കെ ഓക്കെ ഫ്രിഡ്ജ് ടൂർ കാണിക്കുന്നില്ല ഇനി ഡാൻസ് കളിക്കുന്നോ പറയും. ആ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. ഇതൊരു 11-12 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് ഇതിനുള്ളിലെ ഫ്രീസർ എന്തുണ്ട് നോക്കാം. ഫ്രീസറിൽ നല്ല ഇത് നിങ്ങൾ പാത്രങ്ങളൊക്കെ അടുക്കളയിലാണ് വെക്കുക, ഞങ്ങൾ പാത്രങ്ങളൊക്കെ ഫ്രിഡ്ജിലാണ് വെക്കുക. സത്യം പറയാലോ, ഇത് മീനിന്റെ പാത്രം മീനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെയാണ്. ഇപ്പൊ ഫ്രീസർ കാലി. ഇത് കഴിഞ്ഞിട്ടൊന്നും ഇല്ല. പിന്നെ കുറച്ച് ഇഞ്ചി താഴെ നോക്കാം. താഴെ വല്ല സാധനങ്ങളുണ്ട്. പക്ഷെ ഒരു വർഷക്കായ സാധനങ്ങളാണ് ഇതിൽ ഉണ്ടാവുക. ഇതിലെന്താ കറ്റാർ വാഴ. ഞങ്ങളുടെ സൗന്ദര്യത്തിന്റെ ലക്ഷ്യമാണ് കറ്റാർ വാഴ. കറ്റാർ വാഴ ഇതിലൊന്ന് 10-ലുള്ളതാണ്. നന്നായിപ്പോയി. ഇതാക്കാം. ഇനി നമുക്ക് എണ്ണയൊക്കെ ഇത് പാലാണ്. ഗൈസ്, പാൽ. നെക്സ്റ്റ് ഇത് ഒരാഴ്ച ആയിട്ടുണ്ടാവും. ഇത് ഉമ്മച്ചിന്റെ നെയ്പ്പത്തിന്റെ അരി കുഴച്ച് വെച്ചതാണ്. അത് മതി, കാണിക്കണ്ട. എന്താ താഴെ കാണിച്ചോ. നമുക്ക് ഇതെന്താ നോക്കാം. ഓ, ഇത് എപ്പോഴുള്ള കർമൂസ കറിയാണല്ലോ. അത് കറിയാണ്. കറിയാണ്. ഇതൊരു മാസമൊക്കെ ആയിട്ടുണ്ടാവില്ലേ? ഒരു മാസമൊന്നും ആയിക്കില്ല, മെഞ്ഞാന്ന് വെച്ചു. എല്ലാം ഇപ്പോൾ ഫ്രിഡ്ജിൽ ഉള്ളതാണ്. ഉമ്മച്ചി ചെറുപയർ പുതിർത്തേൻ്റെ ബാലൻസ് കൊണ്ടാണ്. ഒരു ആപ്പിൾ ബാക്കിയായിട്ടുണ്ട്. പിന്നെ തേങ്ങയുടെ കൂട്ടം ഇതെല്ലാം കൊണ്ടല്ലേ. ഇത് ചക്കക്കുരു. എത്ര ഒരു കൊല്ലം അവർ കൊല്ലം വെച്ചാലും കേടാവില്ല. അതുകൊണ്ട് മാമ എടുത്തു വെച്ച മാമ. നമ്മൾക്ക് ഇവിടെ ഡോറുമ്മൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. 3 മുട്ട ബാലൻസ്. മുട്ട ഉണ്ട് ബാലൻസ് ആയിട്ട്. പിന്നെ ഫുഡ് കളറും കുറച്ച് പച്ചമുളക് ഇതൊക്കെ ഉണ്ട്. എന്താണ് ഇത് കാബ. ഉപ്പാപ്പാന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം. അടുത്ത് പിന്നെ വാഴയിലയും ഉമ്മ അട ചുടാൻ എടുത്തുണ്ട് കറ്റാർ വാഴ. പിന്നെ ഇത് ഞങ്ങള് സേമിയ പായസം വെച്ചതിന്റെ ബാലൻസ് ഉള്ളതാണ്. ഇത് ഉമ്മച്ചിനോട് കുറേ ആയി പറയുന്നത്. ഇതുവരെ നാളെ അതെന്നാ സാധനം? പാലട പായസം മിക്സ്. ഇത് നമ്മൾ നാളെ വെക്കും. അത് ഉറപ്പാണ്. അടുത്ത് താഴെ ഒരു ഇത് കോഫി പൗഡറിന്റെ ബാക്കി ബാലൻസ് ഉള്ളതാണ്. കുറച്ചാളും അത് ഡാൽഡ. അതും എന്തോ ഒരു ഫംഗ്ഷന് വാങ്ങിച്ചിട്ട് ബാക്കിയുള്ള. പിന്നെ നമ്മളെ വെജിറ്റബിൾ ബോക്സ് അതിൽ തുറക്കും. അതിൽ നമ്മളുടെ കറിവേപ്പില നമ്മൾ കുറച്ചധികം ഇവിടുന്ന് പൊട്ടിച്ചിട്ട് സഞ്ചി കെട്ടി വെക്കുന്നു. പിന്നെ കുറച്ച് പൊട്ടറ്റോസ്, കുറച്ച് പച്ചമുളക്, ടൊമാറ്റോസ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫ്രിഡ്ജ്. നിങ്ങളുടെയൊക്കെ ഫ്രിഡ്ജിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊക്കെയാണ് നമ്മുടെ ഫ്രിഡ്ജിലുള്ളത്. അപ്പം